എന്തൊരു വിശപ്പ്. ഉണ്ണി, ഈ പോലീസുകാരുടെ ഈ കാശ് കൊടുത്തയച്ചാ എന്തെങ്കിലും മേടിച്ചോണ്ടെന്ന് തരൂ? ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നാ. നിനക്ക് ഇതിനകത്ത് കിടന്നാലും വേണ്ടില്ല, എന്തെങ്കിലും തിന്നണം ഒറ്റ വിചാരമുള്ളൂ. പിന്നെ തിന്നണ്ടേ? എങ്ങനെയെങ്കിലും അച്ഛനൊന്ന് വിവരം അറിയിക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. ക്ഷീണമുണ്ടെങ്കിൽ പാപ്പച്ചൻ ചേട്ടൻ കിടന്നോളൂ. അതേടാ, എന്നെ കൊണ്ട് ഈ കാശ് മുഴുവൻ ചെലവാക്കി നീ എന്നെ ജയിലിൽ കൊണ്ട് കിടത്താൻ നോക്കുക. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലും നിന്നെ ഇവിടുന്ന് വിടില്ല, ഇവിടെ കിടത്തും. വെളിയിൽ ഇറങ്ങട്ടെ. പല തന്തയ്ക്ക് പറഞ്ഞ നിഷേധി, നീ മറ്റാളത്തോട് വേണ. പച്ച വെള്ളം തരത്തില്ല. കോട്ടയത്ത് നിന്ന് പ്രോഗ്രാം കഴിഞ്ഞാൽ രാത്രി തന്നെ ഇവിടെ എത്താമല്ലോ. പിന്നെ ഇത്രയും നേരമായിട്ട് ഇവര് എവിടെ പോയി കിടക്കുക? അച്ചോ, എനിക്കൊരു സംശയം. നമ്മുടെ വണ്ടി വല്ല ലോറിയായിട്ട് കൂട്ടിയിടിച്ച് എല്ലാം തീർന്നു കാണും. പോസ്റ്റ്മോർട്ടത്തിനായി എല്ലാത്തിനും ആശുപത്രിയിലാക്കി കാണും. നിങ്ങളെ കൈനാക്കണ്ട, ഒന്നും വിളമ്പണ്ട. ഇന്ന് രാത്രി പയ്യനൊരു പ്രോഗ്രാം ഉള്ളതാ. അവിടെ ചെല്ലാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവരോട് എന്ത് സമാധാനം പറയാ? കേട്ടു. ഓ, ഹലോ, കലാദർശന. ഓ, അതെ, ഫാദർ തറക്കണ്ട സംസാരിക്കണേ. എന്റെ കർത്താവേ, എന്റെ കാവൽമാരാകെ എല്ലാവരും ചത്തുപോയി. നമ്മുടെ വേനും ലോറിയും കൂട്ടിയിടിച്ച് എല്ലാം ചത്തുപോയെന്ന്. ദേ അച്ഛൻ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോയിരിക്കുന്നു. എന്റെ കർത്താവേ, എന്ത് പറയാ. മമ്മൂട്ടി പോയി 10 രൂപ തന്നതാണ്. ലോറിയെ കൂട്ടിയിടിച്ച് എല്ലാരും ചത്തുപോയെന്ന്. എന്റെ ദൈവമേ. പാതിരാത്രി നടുറോഡിൽ കിടന്ന് ചന്തപ്പിള്ളേരെ പോലെ അടിപിടി കൂടാന്ന് വെച്ചാൽ അതിന് ചീത്തപ്പേര് അച്ഛനാ. മേലിൽ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല, മനസ്സിലായോ? അച്ചോ, ഈശോ വിശേഷിക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഏതായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. തെറ്റാരുടെ ഭാഗത്തായാലും എന്റെ കുട്ടികളെ വിട്ട സ്ഥിതിക്ക് അവരെ കൂടി വിടണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഫാദർ പറഞ്ഞതുകൊണ്ട് ഞാൻ അവരെ കൂടെ വിട്ടയക്കാം. എന്താ ഉണ്ണി ഒന്നും മിണ്ടാത്തത്? എനിക്ക് ധൈര്യം തരേണ്ട ഉണ്ണി ഇങ്ങനെ തളർന്നാലോ? ലതയോട് എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ല. വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്ന ഇളയ 2 സഹോദരിമാർ. മല്ലികയുടെ വിവാഹം കഴിഞ്ഞ എന്റെ ബാധ്യത തന്നെ ഇനിയും തീർന്നിട്ടില്ല. എല്ലാ ബാധ്യതയും തീർന്നിട്ട് നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനാണോ ഉണ്ണിയുടെ തീരുമാനം? എന്റെ സിറ്റുവേഷൻ കൂടി ഉണ്ണി ഒന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ലതയ്ക്ക് ഈ പ്രൊപ്പോസൽ ഒഴിവാക്കാൻ കഴിയില്ലേ? ശരി, ഇത് ഒഴിവാക്കാം. അടുത്തൊരു പ്രൊപ്പോസൽ വരുമ്പോ എന്തു പറയും? എന്ന് നമ്മുടെ വിവാഹം നടക്കുമെന്ന് ഉണ്ണിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സഹോദരിമാരുടെ വിവാഹം എന്ന് കഴിയുന്നു അതിനുശേഷം നമ്മുടെ വിവാഹം, അല്ലേ? നീണ്ട ഒരു കാത്തിരിപ്പ്. ഉണ്ണിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പിടിച്ചു നിൽക്കാൻ വയ്യാതായാൽ എനിക്കൊന്നേ ചെയ്യാനുള്ളൂ. വീട് വിട്ടിറങ്ങി ഉണ്ണിയോടൊപ്പം വരിക. വണ്ടി നിർത്തൂ. ആ മിമിക്രിക്കാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു.
എടാ എന്നെ കൂടെ കൊണ്ടുപോടാ. എന്റെ കൈ ഒടിഞ്ഞടാ, കൈ ഒടിഞ്ഞു. പിന്നെയും വന്നോ കുരിശ്. കർത്താവേ, ഒന്ന് പതുക്കനെ കിടത്തടാ. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ പോലെ ആയി എന്റെ സ്ഥിതി. പാപ്പച്ചൻ ചേട്ടനോട് ആര് പറഞ്ഞു കാശ് കൊടുത്ത് ഈ കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കാൻ? അയ്യോ, എടാ പട്ടി എന്ന് വിളിച്ചത് നിന്നെയൊക്കെ ഉദ്ദേശിച്ചാ. ഇവന്റെ വാക്കം കെട്ടി ഇറങ്ങി എനിക്ക് കിട്ടി. മാനഹാനി, ധനനഷ്ടം, ശരീര വീണ. എല്ലാ നല്ല സംരംഭങ്ങൾക്ക് പിന്നിലും ഒരു ത്യാഗത്തിന്റെ ചരിത്രമുണ്ട് കേട്ടോ. എടാ എനിക്ക് അങ്ങനെ ത്യാഗം സഹിച്ച പ്രധാനമന്ത്രി ആകണ്ടെന്ന് ഞാൻ നിർത്താൻ പോവുക. നമ്മളെ ഗുണ്ടകളെ കൊണ്ട് തെളിക്കാൻ അച്ഛൻ മനഃപൂർവ്വമായിരിക്കും സ്റ്റേഷൻ ഇറക്കിയത്. ഏയ് അങ്ങനെ നോവാൻ വഴിയിൽ പിന്നെ ഒരു കാര്യമില്ലാതെ അവന്മാര് വന്ന് നമ്മളെ തല്ലു. കാസർഗോഡ് ഖാദർ ഭായിയുടെ മകൻ കാസിം ഭായി ബോംബെന്ന് വന്നിട്ടുണ്ടെന്ന് കേട്ടു. അവന് ഹിന്ദി പറയുന്നത് കേട്ട ഒരുപക്ഷെ അവനായിരിക്കാനാ സാധ്യത. കലാദർശനക്കാരാണെന്ന് കരുതി ആള് മാറി നമ്മളെ അടിച്ചതായിരിക്കും. നിന്നെ കണ്ടപ്പോ കലാദർശനാണെന്ന് അവർക്ക് തോന്നിക്കാണും. നിന്നെ വെച്ച് ട്രൂപ്പ് നടത്തിയ ഞാൻ RIP ആയിപ്പോ. അങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. കാസിം ഭായിയെ കണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുകയായിരുന്നു. സിന്ദാബാദ് സിന്ദാബാദ് കാസിം ഭായി സിന്ദാബാദ്. ഇപ്പൊ തന്നെ നീ വന്നത് നന്നായി. അതുകൊണ്ട് ഒരാളുടെ പണി കുറഞ്ഞു കിട്ടി. പക്ഷെ നീ പറയുന്നതിൽ എന്തെങ്കിലും പന്തികേടുണ്ടായാൽ ആദ്യം പോകുന്നത് നിന്റെ തലയായിരിക്കും. ഞാൻ കലാദർശനിൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഇപ്പൊ ഞാൻ വേറെ ട്രൂപ്പ് തുടങ്ങി. വർഷങ്ങളോളമായി നടത്തിവരുന്ന ഞങ്ങളുടെ ബിസിനസ് തകർത്ത ആരെയും ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. അവന്മാരെ തകർക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് കാസിം ഭായി പറഞ്ഞ എന്ത് വേണേ ഞാൻ ചെയ്യാം. ശരി, നിങ്ങളെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങളുണ്ട്. കലാദർശനയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയണം. കേറിക്കോ. നിക്ക് എങ്ങോട്ടാ? ഇവിടെ ഇത്രയും നേരം ഒരുമിച്ചിരുന്ന് പോരാഞ്ഞിട്ട് ഇനി രണ്ടാളും കൂടെ റോഡിനുള്ള ചുറ്റാൻ പോവാ? അല്ല, ഒരുമിച്ച് പോയ ആരെങ്കിലും കാണും. സാബ് പൊയ്ക്കോട്ടെ. എന്നാ ഞാൻ പോട്ടെ. അല്ല, സാബു സാറോ എന്താ ഇവിടെ? ദുബായി നോക്കി എത്ര വട്ടം ഇങ്ങോട്ട് പോന്നോ? ഓ, ദുബായിലെ കാറ്റ് ചിലപ്പോ സാറിന് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. ഇല്ലോടാ ഫ്ലിക്സ്. എങ്ങനെ ഇഷ്ടപ്പെടാൻ വെച്ചായ മാളിയേക്കൽ ചെറിയാച്ചന്റെ മകൾ സന്ധ്യ ഇവിടെ ഉള്ളപ്പോ മിമിക്രി സാർ എങ്ങനെയാ ദുബായി താമസിക്കുന്നത്? എടാ പട്ടി കൈവരണ പോലെ. നീയാണ് കൂട്ടിക്കൊടുക്കുകാരി എന്ന് തുടങ്ങി ഈ പണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മിസ്റ്റർ ഫ്രെഡറിക്, ഞാൻ നോക്കി നിൽക്കുന്നത് പേടിച്ചിട്ടൊന്നുമല്ല. സന്ധ്യയെ കൊണ്ടുപോകുന്നത് അവളുടെ ആംഗ്ലമാരാണല്ലോ എന്നുള്ള സമാധാനത്തിലാണ്. വാടി ഇവിടെ. അയ്യോ, എന്താ ഇത്? സന്ധ്യ പുറത്തു പോകുമ്പോ ഒരു കണ്ണ് വേണമെന്ന് ആന്റിയോട് ഞാൻ എത്ര തവണ പറഞ്ഞു. എന്താ ഉണ്ടായേ? പോയിട്ടൊന്ന് നോക്ക്. എന്നതാടാ ഇതിനൊക്കെ കാരണക്കാരൻ ഈ അച്ചായന. ആമാർ ഓഫീസിൽ വന്ന് കരഞ്ഞ് മിമിക്രി കാണിച്ചപ്പോ അച്ചായൻ അതങ്ങ് വിശ്വസിച്ചു. മനസ്സിലായില്ലേ? സാബു ദുബായി പോയില്ലാന്ന്. അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇനി ഇവളെ ഇവിടെ നിർത്തിയാൽ അത് അപകടമാണ്. തൽക്കാലം അവളെ ബാംഗ്ലൂർ ആന്റിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. കല്യാണവും നമുക്ക് അവിടെ വെച്ച് നടത്താം. നീ എന്നതാടാ ഈ പറയണേ? നമ്മൾ അവനെ പേടിച്ച് അവളെ നാട് കടത്തി കല്യാണം കഴിപ്പിച്ചു നാട്ടുകാരറിഞ്ഞ അതിന്റെ മാനക്കേട് എനിക്കാ. അവന്റെ മുമ്പിൽ വെച്ച് തന്നെ അവളുടെ കല്യാണം എനിക്ക് നടത്തണം. അതെന്റെ ഒരു വാശിയാ. ഇവിടെ വെച്ച് നടത്തിയാൽ അവന്മാർ വന്നു വല്ല അലമ്പം ഉണ്ടാക്കിയാൽ അതിൽ പല ഒരു മാനക്കേട് വരാനില്ല. അന്ന് അവന്റെ ശവമായിരിക്കും.
മാളിയേക്കൽ കുഞ്ഞഗസ്തിയുടെ മകൻ ചെറിയാച്ചൻ ആരാണെന്ന് അവൻ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. കുഞ്ഞഗസ്തിയുടെയും ചെറിയാച്ചന്റെയും മഹത്വമൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. മാനക്കേട് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അവളെ ബാംഗ്ലൂരിലോട്ട് അയക്കണം. അല്ലയോ ഫിലിക്സ്? പിന്നല്ലായോ? നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അടുത്ത ഞായറാഴ്ച ബാംഗ്ലൂർക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യ്. ചേടാ ഫിലിക്സ്. ഹലോ, കരയാതെ മോളെ. ഒരു ടിക്കറ്റ് വേണം. സന്ധ്യ ഉണ്ണി ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. ആരാ? ഞാൻ ഇവിടെ. അമ്മേ, പിന്നെ ഇത് ലത കലാദർശനയിൽ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അമ്മ എന്തെങ്കിലും കുടിക്കാൻ എടുക്ക. എന്താ ലത ഇത്? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനെ പെട്ടെന്നൊരു മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. അമ്മയുടെ കത്ത് വന്നിരുന്നു, നാളെ തന്നെ അങ്ങോട്ട് ചെല്ലണമെന്ന്. എന്താ വിശേഷിച്ച്? ഞായറാഴ്ച എന്റെ എൻഗേജ്മെന്റ് ആണ്. ആള് മസ്കറ്റിലാ. ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് വിവാഹം നടത്തണമെന്ന് എല്ലാം അമ്മ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ലതയോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പെട്ടെന്നൊരു വിവാഹത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. പ്രായമായ അമ്മ, സഹോദരിമാർ, സ്വന്തം താല്പര്യത്തിന് വേണ്ടി അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ലതയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സ്നേഹിക്കാൻ ആരുടെയും അനുവാദം ചോദിക്കാത്ത മനസ്സിന് പറ്റിയ തെറ്റായിരിക്കാം. വേദനയോടെ ആണെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ, ലത അമ്മയെ അനുസരിക്കണം. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഉണ്ണിയുടെ അടുത്തേക്ക് വരുമ്പോ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. മോളെ, ചെറുപ്പം മുതലേ എല്ലാ ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി ജീവിച്ചവനാ എന്റെ ഉണ്ണി. അവനു വേണ്ടി അവനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കൊന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരമ്മയെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല മോളെ. വിവാഹപ്രായമായ 2 പെൺമക്കൾ ഇനി ഈ വീട്ടിലുണ്ട്. അവരുടെ കൂടെ ഒരാൾ കൂടി കഴിയാൻ ഇവിടെ ഇടം ഉണ്ടാവും.